ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രവാസി സമൂഹത്തിനായി ഇന്ത്യ നിരന്തര ഇടപെടലുകൾ നടത്തുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വ്യാപാര കരാറുകളുടെ സമയപരിധി പാലിക്കാൻ ദേശീയ താൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നാടിന്റെ പൊതുവായ വികസനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചരിത്രം കുറിച്ച് സ്വർണ്ണവില. കേരളത്തിൽ ഒരു പവന്റെ വില 70,000 പിന്നിട്ടു. ISL ഫുട്ബോൾ കിരീട പോരാട്ടത്തിൽ ഇന്ന് മോഹൻ ബഗാനും ബംഗളൂരു FCയും ഏറ്റുമുട്ടും. IPL ക്രിക്കറ്റിൽ 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. പ്രവാസി സമൂഹത്തിനായി ഇന്ത്യ നടത്തുന്ന നിരന്തര പരിശ്രമങ്ങളും ഇടപെടലുകളും നടത്തുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഓസ്ട്രിയയിലെ വിയന്നയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സ്റ്റാർട്ടപ്പ്, ഫിൻടെക്, ഹരിത സാങ്കേതിക വിദ്യകൾ, സുസ്ഥിര നഗര ഗതാഗതം എന്നീ മേഖലകൾ ഇരു രാജ്യങ്ങളിലെയും സംരംഭങ്ങൾക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ ധാരാളം അവസരങ്ങൾ നൽകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിയന്നയിൽ യൂറോപ്യൻ അഫയേഴ്സ് മന്ത്രിയുമായും ശ്രീമതി സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. അടുത്ത 2.5 ദശകം കൊണ്ട് 8 മടങ്ങോളം വളരാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സമാനതകളില്ലാത്ത നിക്ഷേപ വ്യാപാര അവസരങ്ങൾ രാജ്യത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന 9ാമത് ആഗോള സാങ്കേതിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Indians have over a long period of time been sitting in a very cozy comfort of a large domestic market, giving them huge business opportunity. Now there is this youth, the aspirational young man or woman who wants to look at the big things, and now they are looking at expanding their operations to the world. വ്യാപാര കരാറുകളുടെ സമയപരിധി പാലിക്കുന്നതിനായി ദേശീയ താൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക, UK, യൂറോപ്യൻ യൂണിയൻ എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായും കൂട്ടായ്മകളുമായും വ്യാപാര കരാറിൽ എത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്രയിലെ ചരിത്ര പ്രസിദ്ധമായ റായ്ഗഡ് കോട്ട സന്ദർശിച്ചു. ഛത്രപതി ശിവാജിയുടെ 345ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി ആദരമർപ്പിച്ചു. വൈകിട്ട് മുംബൈയിൽ നടക്കുന്ന ഗുജറാത്തി പബ്ലിക്കേഷന്റെ 75ാം വാർഷികാഘോഷ ചടങ്ങിലും ശ്രീ ഷാ പങ്കെടുക്കും. ഹനുമാൻ ജയന്തി ഭക്തി പുരസ്കാരം ആഘോഷിച്ച് രാജ്യമെമ്പാടുമുള്ള വിശ്വാസികൾ. വിവിധയിടങ്ങളിലുള്ള ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ഹനുമാൻ ജയന്തി ആശംസകൾ നേർന്നു. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സെക്രട്ടറി ചന്ദ്രശേഖർ കുമാർ സൌദി അറേബ്യയിലെത്തി. ഇന്ത്യൻ തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുള്ള വിവിധ സൌകര്യങ്ങൾ അദ്ദേഹം പരിശോധിച്ചു. സുഗമമായ തീർത്ഥാടനത്തിനായി ശുചിത്വം ഏറിയതും സൌകര്യപ്രദവുമായ വിവിധ സജ്ജീകരണങ്ങളിൽ അദ്ദേഹം തൃപ്തി അറിയിച്ചു. ജമ്മുകശ്മീരിൽ കിഷ്ത്വാർ ജില്ലയിലെ ഛത്രൂ വനമേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. ഇവിടെ നിന്ന് വൻ ആയുധശേഖരവും കണ്ടെടുത്തു. സൈനിക നീക്കം ഇപ്പോഴും തുടരുന്നതായാണ് റിപ്പോർട്ട്. ഭീകരരുടെ നീക്കം നിരീക്ഷിക്കാൻ സുരക്ഷാസേന ദോഡ ജില്ലയിലെ ഭാദേർവ പ്രദേശത്തേക്കും തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ അഖ്നൂർ സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെ രാത്രി വൻ ആയുധധാരികളായ ഒരു സംഘം ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി. ഏറ്റുമുട്ടലിനിടെ കരസേനയിലെ ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ വീരമൃത്യു വരിച്ചു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാക്കി. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഇന്ദ്രാവതി വനമേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നാടിന്റെ പൊതുവായ വികസനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെ പിന്നോട്ട് നയിക്കുന്ന അശാസ്ത്രീയ പ്രവണതകൾ സമൂഹത്തിനെതിരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമിൽ ഉൾപ്പെടുത്തിയാണ് ആശുപത്രി കെട്ടിട 2ാം ഘട്ട നിർമ്മാണം അനുവദിച്ചത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായിരുന്നു.
വയനാട് ചൂരൽമല മുണ്ടക്കൈ ടൌൺഷിപ്പിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്നലെയാണ് ഹൈക്കോടതിയിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവുണ്ടായത്. രാത്രിയോടെ 17 കോടിയോളം രൂപ കെട്ടിവെച്ച് തുടർ നടപടികൾ പൂർത്തീകരിച്ചാണ് ഇന്ന് രാവിലെ മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ചരിത്രം കുറിച്ച് സ്വർണ്ണവില. കേരളത്തിൽ ഒരു പവന്റെ വില 70,000 പിന്നിട്ടു. ഇന്ന് പവന് 70,160 രൂപയും ഗ്രാമിന് 8,770 രൂപയുമാണ് വില. പവന് 200 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ലോകവിപണിയിലും കഴിഞ്ഞ ദിവസം സ്വർണം നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ISL ഫുട്ബോൾ 11ാം സീസണിന്റെ കലാശപ്പോരിൽ ഇന്ന് കരുത്തരായ മോഹൻ ബഗാനും ബംഗളൂരു FCയും ഏറ്റുമുട്ടും. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ഇടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. എതിരാളികൾക്ക് കരുത്തേറുമ്പോൾ അവരെ മെരുക്കാൻ പുത്തൻ തന്ത്രങ്ങളുമായി എത്തുന്ന കൊൽക്കത്തൻ ടീം. വൻ മത്സരങ്ങളിൽ ഉശിരൻ കളി പുറത്തെടുക്കുന്ന സൂപ്പർ താരം സുനിൽ ഛേത്രിയുടെ സ്വന്തം ബംഗളൂരു. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ന് ISL കലാശപ്പോര് പൊടിപാറും. സെമിയിൽ പൊരുതി കളിച്ച ജംഷഡ്പൂർ FCയെ മറികടന്നാണ് മോഹൻ ബഗാന്റെ വരവ്. FC ഗോവയെ വീഴ്ത്തിയാണ് ബംഗളൂരുവിന്റെ മുന്നേറ്റം. ശാക്തിക ബലാബലത്തിൽ ബഗാനും ബംഗളൂരുവും ഒപ്പത്തിനൊപ്പമാണ്. ഗോളടി വീരൻ സുനിൽ ഛേത്രിയും ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ ഗുർപ്രീത് സിംഗ് സന്ധുവും പ്രതിരോധ താരം രാഹുൽ ബേക്കിയുമൊക്കെ അണിനിരക്കുന്ന ബംഗളൂരു താരനിബിഡം തന്നെ. സുഭാഷിസ് ബോസ്, ലിസ്റ്റൻ കൊളാസോ, സ്പാനിഷ് താരം ആൽബർട്ടോ റോഡ്രിഗസ്, മലയാളി താരം ആഷിഖ് കുരുണിയൻ, പിന്നെ അനിരുദ്ധ് ഥാപ്പ. ബഗാന്റെ സ്കോഡും ഒന്നിനൊന്ന് മെച്ചം. ഇനി രണ്ടും കൽപ്പിച്ച പോരാട്ടമാണ്. IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3:30 ലക്നൌ ഏകാന സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ആലപ്പുഴ തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വിഷുക്കാലത്തെ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു SMVT സ്റ്റേഷനിൽ നിന്ന് എറണാകുളം വരെയും തിരിച്ചും പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തി ദക്ഷിണ റെയിൽവേ. ഇന്ന് വൈകിട്ട് SMVT ബംഗളൂരുവിൽ നിന്നും സർവീസ് ആരംഭിക്കും. തിരിച്ച് ഈ മാസം 14 എറണാകുളത്ത് നിന്ന് സർവീസ് നടത്തുന്ന രീതിയിലാണ് ക്രമീകരണം. നാളെ ഓശാന ഞായർ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടക്കും. ഇതോടെ വിശുദ്ധ വാരത്തിന് നാളെ തുടക്കമാകും. ലഡാക്കിൽ ഏപ്രിക്കോട്ട് ബ്ലോസം ഫെസ്റ്റിവലിന് ഇന്നലെ തുടക്കമായി. കാർഗിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കാർഗിലിലെ സഞ്ചാക് ഗ്രാമത്തിൽ നടക്കുന്ന ഏപ്രിക്കോട്ട് പുഷ്പോത്സവം ഈ മാസം 21 വരെ തുടരും. തെലങ്കാനയിലെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന പത്മശ്രീ ജേതാവ് D. രാമയ്യ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ സംഭാവനകൾക്ക് 2017 രാമയ്യയെ പത്മശ്രീ നൽകി ആദരിച്ചത്. തന്റെ ജീവിതകാലത്ത് 1 കോടിയിലധികം വൃക്ഷത്തൈകളാണ് അദ്ദേഹം നട്ടുപിടിപ്പിച്ചത്. വ്യാപാര രംഗത്ത് ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ആഗോള താരിഫ് വ്യാപാര ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനക്ഷമമാക്കി കേന്ദ്ര സർക്കാർ. ഇറക്കുമതി കയറ്റുമതി വെല്ലുവിളികൾ, വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ, ബാങ്കിംഗ് തുടങ്ങിയവ ഹെൽപ്പ് ഡെസ്ക് കൈകാര്യം ചെയ്യുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരികൾക്ക് dgftedi@nic.in എന്ന ഇമെയിൽ വിലാസത്തിലോ 1800-111-550 എന്ന ടോൾ ഫ്രീ നമ്പറിലോ പരാതികൾ അറിയിക്കാവുന്നതാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഏർപ്പെടുത്തിയ 125% തീരുവ നിലവിൽ വന്നു. നേരത്തെ ഏർപ്പെടുത്തിയ 84% അധിക തീരുവയാണ് ചൈന 125% ഉയർത്തിയത്. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ 145% ഉയർത്താനുള്ള US നീക്കത്തിന് പിന്നാലെയാണ് നടപടി. ചൈനയ്ക്ക് മേൽ US അമിത തീരുവ ചുമത്തുന്നത് അന്താരാഷ്ട്ര സാമ്പത്തിക വ്യാപാര നിയമങ്ങളുടെ ഗുരുതര ലംഘനമാണെന്ന് ചൈനീസ് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രയേലിലെ ടെൽ അവീവ് ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിഭാഗം. പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനായാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രവാസി സമൂഹത്തിനായി ഇന്ത്യ നിരന്തര ഇടപെടലുകൾ നടത്തുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വ്യാപാര കരാറുകളുടെ സമയപരിധി പാലിക്കാൻ ദേശീയ താൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നാടിന്റെ പൊതുവായ വികസനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചരിത്രം കുറിച്ച് സ്വർണ്ണവില. കേരളത്തിൽ 1 പവന്റെ വില 70,000 പിന്നിട്ടു. ISL ഫുട്ബോൾ കിരീട പോരാട്ടത്തിൽ ഇന്ന് മോഹൻ ബഗാനും ബംഗളൂരു FCയും ഏറ്റുമുട്ടും.
IPL ക്രിക്കറ്റിൽ 2 മത്സരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.